ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജശ്രീ. ഏവർക്കും രാജീസ് കറി ലാബിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് ഒരു ബീട്രൂട്ട് മെഴുക്കുവരട്ടിയാണ്. അതിനുവേണ്ടി 3 ചെറിയ ബീട്രൂട്ട് ഞാൻ ചെറുതായി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പം നമുക്കതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇട്ടിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം പാകത്തിനുണ്ട്. ഇളക്കിയിട്ട് ഇതേപോലെ കൂട്ടിയിട്ട് മൂടി വെച്ചാൽ മതി. എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടി നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ ബീട്രൂട്ട് മെഴുക്കുവരട്ടി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റോളം ഞാനിങ്ങനെ വേവിച്ചെടുത്തതാണിത്. ഇപ്പം നന്നായി വെന്തിട്ടുണ്ട്. അധികം കുഴഞ്ഞു പോയിട്ടില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണിത്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കീറിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ബീട്രൂട്ട് മെഴുക്കുവരട്ടി റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ്. ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കി കൊണ്ടുപോകാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു വെറൈറ്റി ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം.